സന്ധി സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയപ്പോ വെട്ടി ഒഴിവാക്കാൻ പറഞ്ഞ മനുഷ്യനാ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എഴുതിയപ്പോ വെട്ടി ഒഴിവാക്കാൻ പറഞ്ഞ മനുഷ്യനാ. അന്ന് അബൂജന്തൽ സുഹൈലിന്റെ സ്വന്തം മകൻ ചങ്ങലയിൽ കാലും വലിച്ചു വന്നപ്പോ കരണക്കുട്ടിക്ക് ആഞ്ഞടിച്ച പിതാവാണ് സുഹൈല്. ആ സുഹൈല് പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ മനസ്സിൽ ഗുണകാംക്ഷയല്ലാതെ ശത്രുതയല്ല. ഇസ്ലാമിനെ പറ്റി അറിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ശത്രുക്കൾ ഇസ്ലാമിനെ വിമർശിക്കുമോ? ഇസ്ലാമിനെ പറ്റി വിമർശിച്ചവരൊക്കെ പിന്നീട് ഇസ്ലാമിൽ വന്നിട്ട് ഇസ്ലാമിന്റെ പ്രചാരകരായി തീരുക ചെയ്ത്. അത് എന്തുകൊണ്ടാ? അവർക്കറിവില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, സയ്യിദ് മൗലവി രണ്ടത്താണി പൊന്നാനിയിൽ വെച്ച് സുന്നികളെ മാലപ്പടക്കം ചാർത്തി അദ്ദേഹത്തെ സ്റ്റേജിൽ പിടിച്ചു വലിച്ചു ഓവുചാലിട്ടു. ചവിട്ടി ഓവുചാല വൃത്തികെട്ട വെള്ളത്തിൽ മുക്കി, ശരീരം മുഴുക്ക മുറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അന്ന് സഖാവ് ഇമ്പിച്ചി ബാബ സാഹിബ് ചോദിച്ചു, പിന്നെ സയ്യിദ് മൗലവി ആരാ അവർ നിങ്ങൾക്കറിയാലോ, ഒന്ന് പറഞ്ഞു തരുമോ? സയ്യിദ് മൗലവി പറഞ്ഞു, പടച്ചോനെ അറിവില്ലാത്തവരാണ്. ഇന്ന് നമുക്കറിയാം കേരളത്തിന്റെ പല ഭാഗത്ത് ഒരു കാലത്ത് എന്നെ കല്ലെറിഞ്ഞവർ ഇന്ന് എന്നെ കല്ലെറിയുന്നവരെ കല്ലെറിയാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റമാണ് മനുഷ്യന്റെ. ആ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വയം മാറ്റത്തിന് വിധേയമാകാത്ത ഒരു ജനതയെ അള്ളാഹു പരിവർത്തിപ്പിക്കില്ല. ഖുർആനിന്റെ സൂറത്ത് റഅദ് 13-ാം അധ്യായം 11-ാമത്തെ സൂക്ത. അപ്പൊ മനുഷ്യന്റെ മനപരിവർത്തനത്തിനാണ് ഇസ്ലാം ഇമ്പോർട്ടന്റ് നൽകുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനോടാണ് സംവദിക്കേണ്ടത്. അപ്പൊ തൗഹീദുള്ള ഒരു ജനവിഭാഗം, ആദർശമുള്ള ഒരു ജനവിഭാഗം. ബദറിലെ 313 ആരാ? ബദറിലെ 313 ആരാ? ബദറിനെ പറ്റി പറയാൻ ഇവിടെ ആർക്കാ അവകാശം? എന്റെ പേരിൽ കേരളം മുഴുക്കൊരു ആരോപണമുണ്ട്. അതെന്താ? ഞാൻ ബദർ അസ്ഥാനത്തായിരുന്നു, അനാവശ്യമായിരുന്നു എന്ന് പറഞ്ഞു എന്നാ. പക്ഷെ ഇന്ന് വരെ അതിന് തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. വെറുതെ പറയാ. പലരുടെയും തെറ്റായ കുതിച്ചുചാട്ടത്തെ ശക്തമായി എതിർക്കുന്നത് കൊണ്ട് വ്യക്തിപരമായി പലർക്കും വെറുപ്പുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇല്ലാത്ത പ്രചരിപ്പിക്കും. ഒരു മുജാഹിദിനെ പോലെ ബദർ നെഞ്ചിലേറ്റുന്നവൻ ആരാളുള്ളത്? ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 അവരാരാ? പടച്ചോനോട് മാത്രം പ്രാർത്ഥിച്ചവരാ. അല്ലേ? ആബൽ ഘട്ടത്തിൽ പടച്ചോനോട് പ്രാർത്ഥിച്ചവരാണവർ. ഏത് ഘട്ടത്തിലും പ്രാർത്ഥന പടച്ചോനോട് നടത്തിയവരാ. അല്ലേ? ബദർ യുദ്ധത്തിനെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു അതിന്റെ ഐഡന്റിറ്റി ആയി തന്നെ പറഞ്ഞു. എന്താ അറിയോ? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. എന്താ? അവർ അല്ലാഹു റസൂലും റസൂലിന്റെ സഹാബികളും അവർ അള്ളാഹുവിനോട് ഇസ്തിഹാസ നടത്തിന, പടച്ചവനോട് ഇസ്തിഹാസ നടത്തി. അങ്ങനെ അള്ളാഹിനോട് ഇസ്തിഹാസ നടത്തിയപ്പോ അള്ളാഹു മലക്കുകളെ അയച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ ഒന്ന് ആലോചിക്കണം. മിറാജിന്റെ രാത്രി കഴിഞ്ഞിട്ടാ ബദർ ഉണ്ടായത്. മിറാജിന്റെ രാത്രിയിൽ കുറെ നബിമാരെ കണ്ടു വന്നിട്ടുണ്ടല്ലോ റസൂലുള്ളാഹ്. ഒരൊറ്റ നബീനെ വിളിച്ച് സഹായം ചോദിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മിറാജിന്റെ രാത്രി കണ്ടുവന്ന ആളാ റസൂലുള്ളാഹ്. ആ കഥ സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്ത ആളാണ് റസൂലുള്ളാഹ്. പക്ഷെ ഒരൊറ്റ സഹാബിയും മൂസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇത് തെളിവാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല, മുസ്ലിയാക്കന്മാരല്ലാതെ. റസൂലും സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മിറാജിന്റെ രാത്രിയിൽ കണ്ട പ്രവാചകന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നില്ലേ? പേരോട്, കാസർഗോഡും അതുപോലെ തന്നെ ഇടമുട്ടത്തും വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക ബിർറുസുലിനാ എന്നുള്ള ആയത്തോതി. ആ ആയത്ത് ജീവിതത്തിൽ ഒരിക്കലും നബിയോ സഹാബികളോ താബിഉ താബിഈങ്ങളോ സലഫു സാലിഹീങ്ങളോ മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അവരല്ലാതെ, കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ കാന്തപുരമല്ലാതെ അതിനു മുമ്പ് ലോകത്തൊരൊറ്റ മനുഷ്യനും ആ ആയത്ത് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി ഉദ്ധരിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കും. പൂർവികന്മാരായ മുഫസ്സിറുകളുടെ തഫ്സീറുകൾ ഉദ്ധരിച്ച് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണിത് എന്ന് ഈ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ ജനതയെ ശിർക്കിലേക്ക് നയിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ടായിട്ട് അതിനെപ്പറ്റി ഒന്നും മിണ്ടാതെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും മറ്റേതായിട്ട് നടക്കുകയാണ്. ഒരു കാലത്ത് സർക്കാർ ജോലി ഹറാമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി നടത്തിയേ തീരൂന്നാ പറയുന്നത്. ഇപ്പോ നേരം എടുത്തപ്പോഴാ മുജാഹിദ് പ്രസ്ഥാനം ഒരുപാട് കാലം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. പിന്നീട് ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ തിരുത്തേണ്ടി വരാൻ? സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാത്തോണ്ടാ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ല. കാരണം ലോകത്തെ അതിജയിക്കുന്ന ഒരു ദർശനം അല്ല തന്നിട്ട് അള്ളാനേക്കാൾ വലിയ ആലിമുകൾ ഞങ്ങളാകാറില്ല. അതുകൊണ്ടാണല്ലോ ഷൂറ കൂടിയിട്ട് ഇന്ന് ശിർക്ക്, ഒരു കാലത്ത് ശിർക്ക്, ഒരു കാലത്ത് തൗഹീദ്, ഒരു കാലത്ത് ഹറാം, ഒരു കാലത്ത് ഹലാൽ. അങ്ങനെ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അല്ല ഏത് കാലത്ത് ഹലാലാക്കിയൊക്കെ ഹലാൽ തന്നെ, ഹറാമാക്കി ഹറാം തന്നെ, ശിർക്ക് ശിർക്ക് തന്നെ, തൗഹീദ് തൗഹീദ് തന്നെ. അത് ഒരു കൊല്ലം തൗഹീദായത് പിറ്റേത്തെ കൊല്ലം ശിർക്കാവൂല. അത് ഷൂറ കൂടി ഇസ്ലാം തീരുമാനിക്കുന്നവർക്കേ ഉണ്ടാവും. അള്ളാന്റെ ദീനിന്ന് ദീൻ പഠിച്ചവർക്ക് ഉണ്ടാവില്ല.
അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള, ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ മനസ്സിലാക്കണം, ഇത് ഒരു പ്രവാഹമാണ്. ആ പ്രവാഹത്തെ തടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾ കെട്ടിയ ബണ്ടുകൾക്ക് സാധ്യമല്ല. അതിനെ പൊട്ടിച്ചുകൊണ്ട് അത് ഒഴുകിപ്പോകും. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം, ഇപ്പൊ നിങ്ങൾ നോക്ക്, മുസ്ലിം സമൂഹത്തിലും ഇതര സമുദായത്തിലും ഒക്കെ ഉള്ള പ്രശ്നങ്ങളിൽ ഒന്നെന്താ? സാക്ഷാൽ ദൈവത്തെ മറന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമ്മെ സൃഷ്ടിച്ച, ഈ ആകാശത്തെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവില്ലേ? എല്ലാരും പറയും. നിങ്ങൾ ഹൈന്ദവരോട് ചോദിച്ചു നോക്കി, ഈ പ്രപഞ്ചത്തിനൊരു നാഥനില്ലേ? ഇനി ഒന്നുകൂടെ ലളിതമായി ഞാൻ പറയാം. ഇപ്പോ ലോകത്തൊരു മതവും ഇല്ല എന്ന് വിചാരിക്കുക. ഒരു മതവും ഇല്ല, ഒരു ക്ഷേത്രവും ഇല്ല, ഒരു ദേവാലയവും ഇല്ല, ഒരു ആരാധനാലയവും ഇല്ല, ഒരു മതസ്ഥാപനവും ഇല്ല. കുറെ മനുഷ്യന്മാർ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നു വിചാരിക്കുക. ആ മനുഷ്യന്മാരെല്ലാം പരസ്പരം ചോദിക്കുക, എടാ ആരാടാ ഈ ആകാശത്തെ സൃഷ്ടിച്ച്? ആരാടാ ഈ ഭൂമിയെ സൃഷ്ടിച്ച്? ആരാടാ ഈ മഴ ചൊരിയുന്നത്? ആരാടാ സൂര്യനെ ഉദിപ്പിക്കുന്നത്? ആരാടാ ഈ ചന്ദ്രന് നിലാവലകൾ നൽകുന്നത്? അതൊരു ശക്തിയാണ്. ആ ശക്തിയാണ് ഇസ്ലാം, അള്ളാഹു എന്ന് പറയുന്നത്. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തിന് 52 വയസ്സല്ല. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തിന് 62 വയസ്സല്ല. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തിന് കാഴ്ച നഷ്ടപ്പെടൂല. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തിന് ബാത്റൂമിൽ കയറി വീണിട്ട് കാലൊടിയേണ്ടി വരില്ല. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവം മുഴുകോടി മനുഷ്യരുടെയും 14 ലോകങ്ങളെയും ബ്രഹ്മാണ്ടത്തെയും ഒന്നിച്ചു സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനെയാണ്. ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം ആണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാം, മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ൽ യേശു ക്രിസ്തു പറയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. യേശു ക്രിസ്തു പറയുന്നത്, സാത്താനെ സാത്താനെ, നീ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചു വണങ്ങണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാ. അല്ലാതെ ദൈവമായ എന്നെ ആരാധിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നല്ല. അല്ല, അതാണ് ഗൗരവമായി ചിന്തിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റാൻ നേരം ബൈബിളിൽ 4 രൂപത്തിൽ കാണാം. പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റാൻ വന്നപ്പോ ഒരു കല്ലേറ് വെളിപാടകലെ മുട്ടുകുത്തി വീണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു, കർത്താവേ കർത്താവേ, നീ എന്നെ കൈവെടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ്. കർത്താവേ കർത്താവേ, നീ എന്നെ കൈവെടിഞ്ഞതെന്തേ? ആബൽ ഘട്ടത്തിൽ പിലാത്തോസിന്റെ പടയാളികളിൽ രക്ഷപ്പെടാൻ യേശുക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നതെങ്കിൽ, ആബൽ ഘട്ടത്തിൽ ഒരു യഥാർത്ഥ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം യേശുക്രിസ്തു കാണിച്ച വഴി അതാണ്. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. യേശുക്രിസ്തു കന്യാമറിയമിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. അവരുടെ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. ബൈബിളിൽ നിങ്ങൾ പരിശോധിച്ചോ, എവിടെ നോക്കിയാലും ഇസ്രായേലി ഭവനത്തിൽ നിന്ന്, അല്ലെ, അടിമദേശത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമാരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത് എന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പുറപ്പാടിൽ 20-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള സൂക്തത്തിൽ പറയുന്നു. എന്തുകൊണ്ട് ആളുകൾ ചിന്തിക്കുന്നില്ല? മാർക്കോസിലെ 12-ാം അധ്യായം 29-ൽ ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അഹദ് വാഹിദ്, ഏകനാണ്, അല്ലാതെ മൂവരാണ് എന്നല്ല. അത് പിൽക്കാലത്ത് സാവൂൾ ഉണ്ടാക്കിയ. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വാദിക്കുന്ന വാദം പിൽക്കാലത്തുണ്ടായതാണ്. സോളമനെ പറ്റി സോളമൻ എന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാവീദിനെ പറ്റി എന്റെ ഏകപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ബൈബിള് പരിശോധിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നുണ്ട്. അത് ബൈബിളിൽ ഒരു പ്രയോഗ. ദൈവം പിതാവില്ലാതെ ജനിച്ചു എന്നതാണ് യേശുക്രിസ്തു ദൈവമാകാനുള്ള പ്രത്യേകതയെങ്കിൽ, സഹോദരാ, തീർച്ചയായും ചിന്തിച്ചു നോക്ക്, മാതാവും പിതാവും ഇല്ലാതെ ജനിച്ച ആളാണ് ആദം അലൈഹിസ്സലാം. അപ്പൊ ആദം അലൈഹിസ്സലാമാണ് ദൈവമാകാൻ ഏറ്റവും യോഗ്യൻ. നമ്മൾ പറയുന്നത് എന്താ അറിയോ? നമ്മൾ പറയുന്നത് 2006 മുമ്പ് യേശുക്രിസ്തു മറിയം ബീവിയുടെ പുത്രനായി ജനിക്കുന്നതിന് മുമ്പ് ആകാശല്ലേ, ഭൂമിയില്ലേ, സർവ്വചരാചരങ്ങളില്ലേ, അവരാരെയാണ് ആരാധിച്ചത്? ദ്വാപരയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് ഇന്ന് കലിയുഗത്തിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമൻ കൗസല്യയുടെ പുത്രനായി പുത്രകാമേട്ടി യാഗം നടത്തി, യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ പായസാന്നം നൽകി, അത് 3ആയി ഭാഗിച്ച് അത് കഴിച്ച് 3 ഭാര്യമാരും ഗർഭം ധരിച്ച് 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോ കൗസല്യയുടെ പുത്രനായിരുന്നു ശ്രീരാമൻ. ശ്രീരാമൻ ജനിക്കുമ്പോ
ശ്രീരാമൻ ജനിക്കുമ്പോ കൗസല്യ, കൈകേയി, സുമിത്ര, ദശരഥ മഹാരാജാവ്, ശൃംഗമുനി, ആകാശം, ഭൂമി, സർവചരാചരങ്ങൾ എല്ലാമുണ്ട്.